ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാനും കുഞ്ഞിനും കൂടെ യാത്ര പോവാണേ. വേറെ അങ്ങോട്ടുമല്ല, എൻ്റെ വീട്ടിലോട്ടാണ്. കട്ടപ്പന തങ്കമണിയിലോട്ടാണ്. വേറൊന്നിനുമല്ല, എൻ്റെ റേറ്റിംഗ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോകുന്ന പോക്കാണിത്. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഉച്ചയ്ക്കായപ്പോഴാണ് പോകുന്നത്. നീലാംബരി ബസ്സാണ് കിട്ടിയത്. അതിൽ കയറി. കുഞ്ഞാണെ അലമ്പൊന്നുമില്ല കേട്ടോ, മര്യാദയ്ക്ക് ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവന് ബസ്സിന് യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും, പിന്നെ കിടപ്പ് ഉറക്കമായിരിക്കും. ഒരു ദിവസം തങ്ങുന്നുള്ളൂ കേട്ടോ, പിന്നെ പെട്ടെന്ന് പോരും. പിന്നെ ഈ പള്ളി ഏതാണെന്ന് വെച്ചാൽ ഇത് പള്ളിക്കുന്ന് പള്ളിയാണ് കേട്ടോ. ഒരുപാട് സിനിമയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ സിമിത്തേരി. ജോജു ജോർജിൻ്റെ ആൻ്റണി, പിന്നെ ജോസഫ് സിനിമയിലൊക്കെ ഈ സിമിത്തേരി കാണിച്ചിട്ടുണ്ട്. കുറേ പേർക്കെങ്കിലും അറിയുമായിരിക്കും. നല്ലൊരു പള്ളിയാണ്, നല്ല രസമാണ്. മരങ്ങളും നിൽക്കുന്നതൊക്കെ കാണാനും അടിപൊളിയാണ്. ഇത് പിന്നെ തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് എപ്പോഴും ആൾക്കാരൊക്കെ വരും. പിന്നെ ഒരുപാട് സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുറ്റത്ത് നിറച്ചും വലിയ വലിയ മരങ്ങളാണ്. ഇത് എന്ത് മരമാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. മരത്തിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ ബസ് കുറച്ച് നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു. ആൾക്കാർ കയറാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തതാണ്. നല്ല രസം. CSI ചർച്ചാണ് കേട്ടോ, സെൻറ്റ് ജോർജ് CSI ചർച്ച്. പിന്നെ അവിടുന്ന് ബസ് മുന്നോട്ട് പോയി കേട്ടോ. നല്ല രസമായിരുന്നേ. കാരണം ഒരു മഴമൂടലൊക്കെ ഉണ്ട്. നല്ലൊരു വൈബാണ് കേട്ടോ. ഇതുവഴി യാത്ര ചെയ്യാൻ, ബസ് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് എല്ലാം കാണുകയും എടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഷൂട്ട് ചെയ്യാനാണെങ്കിലും എളുപ്പമുണ്ട് കേട്ടോ. കാരണം ബൈക്കിനൊക്കെ പോയാൽ തന്നെ നമ്മൾ മടുക്കും. പുറമെല്ലാം കുറച്ച് സമയത്തിന് കഴിച്ചു കൂട്ടാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ബസ് യാത്രയാണ് നല്ലത്. പിന്നെ സൈഡിൽ കൂടെയൊക്കെയാണ് ഇഷ്ടംപോലെ മരങ്ങൾ. ഇത് എന്ത് മരമാണെന്ന് എനിക്കറിയത്തില്ല. പൈൻ മരമാണോ എന്ന് ചെറിയ സംശയമുണ്ട്. എനിക്കറിയത്തില്ല കേട്ടോ. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. ഇനി മുന്നോട്ട് പോയി കഴിയുമ്പോൾ വലിയൊരു തടാകമുണ്ട് കേട്ടോ. അതിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നത്. പക്ഷെ അത് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗ്ലാസിൻ്റെ അകത്തൂടെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി സൈഡിൽ ഇത് ബ്രിട്ടീഷുകാർ പണിത വീടാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്തായാലും പോകൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് അതെടുക്കാൻ പറ്റിയില്ല. ചെറിയൊരു തടാകം ഉണ്ടായിരുന്നു. പിന്നെ വഴിയിലും കുട്ടിക്കാനൊക്കെ എത്തിയപ്പോഴത്തേന് കുതിരകൾ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വഴിയിലൊക്കെ പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞ തടാകം. ഞാൻ ഓർത്ത് കഴിഞ്ഞു പോയായിരുന്നു. പക്ഷേ ആയതേ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട്. മുതലേ കൊണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ സത്യമാണോന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ കട്ടപ്പനയിലോട്ടുള്ള യാത്ര വളരെ അതിമനോഹരമാണ് കേട്ടോ. കാരണം വ്യൂസ് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബസ്സിന് യാത്ര ചെയ്യാൻ. കാരണം മടുപ്പ് തോന്നുകയില്ല നമുക്ക്. കാരണം തേയിലത്തോട്ടവും അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്കെല്ലാം നല്ല കൊക്കയൊക്കെ ഉണ്ട് കേട്ടോ. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പണി പാളും. അതുകൊണ്ട് പേടിയൊക്കെ ഉണ്ടെങ്കിലും നല്ല രസമാണ് കേട്ടോ അതിലേ പോകാൻ. പിന്നെ ഇത് ആഷ്ലി ബംഗ്ലാവിലേക്ക് പോകുന്ന വഴി കേട്ടോ. കുട്ടിക്കാനം കഴിഞ്ഞ് അവിടെ ഒരു ദിവസം പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വരെ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. സോറി, അതല്ലായിരുന്നു, മാറിപ്പോയി വഴി. താഴെ കാണുന്നതാണ് ആഷ്ലി ബംഗ്ലാവിലേക്ക് പോകുന്ന വഴി. 2 വഴികളുണ്ട്, എനിക്ക് മാറിപ്പോയതാണ്. ചേട്ടാ എന്നുള്ളതൊന്നും കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. വഴി നിറച്ചും തീർത്ഥാടകരാണ്. കാരണം ഒത്തിരി വ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കാണാനൊക്കെ ആൾക്കാർ, വിനോദസഞ്ചാരികളൊക്കെ എപ്പോഴും വരുന്ന ഒരു റൂട്ടാട്ടോ ഇത്, കട്ടപ്പന മുണ്ടക്കയം റൂട്ട്. പിന്നെ ഇതൊരു പള്ളി കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇറങ്ങി ബൈക്കിനൊക്കെ പോകുമ്പോൾ ഇറങ്ങി പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ച അച്ചട്ടാട്ടോ. പിന്നെ ഒത്തിരി തീർത്ഥാടകരും അവിടെയൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയി കേട്ടോ. നേരെ പോയി ഏലപ്പാറയൊക്കെ എത്താറായിട്ടുണ്ട്. ഏലപ്പാറ ടൗൺ ദൂരെ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അത് ഇറക്കമായതുകൊണ്ട് തന്നെ നല്ല വ്യൂസ് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ സൈഡിൽ കൂടെ ആണെങ്കിലും നിറയെ തേയിലത്തോട്ടം കേട്ടോ. നല്ല രസമുണ്ടായി കാണാൻ. എന്തായാലും പോകാത്തവരൊക്കെ ഈ വഴിക്കൊന്നും മസ്റ്റ് പോകണം കേട്ടോ. നല്ല രസമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ടുകൊണ്ട് എനിക്ക് ഇതൊക്കെ അറിയാം. കാരണം എൻ്റെ വീട് കട്ടപ്പന തങ്കമണിയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഇതൊക്കെ കാണാറുണ്ട്. പക്ഷേ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് പിടിക്കാമെന്ന് വെച്ചു കേട്ടോ. കാരണം കാണാത്തവർക്കൊരു പുതുമയല്ലേ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ. പിന്നെ ഞങ്ങൾ ഏലപ്പാറ ടൗണിലെത്തി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. സെൻറ്റ് മേരീസ് ചർച്ച്, അങ്ങനെ കുറേ ചർച്ചുകളുണ്ടായിരുന്നു. പിന്നെ ഏലപ്പാറ മെയിൻ ടൗണിലോട്ട് കയറുക കേട്ടോ നമ്മൾ. നല്ല രസമുണ്ട് അവിടെ. എന്നാലും ബസ് കുറച്ച് നേരം നിർത്തും. കാരണം ഒരുപാട് ആൾക്കാർ ഇറങ്ങാനും കയറാനൊക്കെ ഉണ്ട് കേട്ടോ. ഏലപ്പാറയിൽ ഒരു 10 മിനിറ്റ് എന്തായാലും എല്ലാ ബസ്സും അങ്ങനെ നിർത്തും. ചില ബസ് 5 മിനിറ്റൊക്കെ നിർത്തും. പിന്നെ അവിടെ നിന്ന് പോയി. പിന്നെ മഴ തൂളുന്നതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഗ്ലാസ്സെല്ലാം കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ടപ്പന ടൗണിലെത്തിയത് പുതിയ ബസ് സ്റ്റാൻഡാട്ടോ. പുതിയതും പഴയതുമായ 2 ബസ് സ്റ്റാൻഡുകളുണ്ട്. പഴയ ബസ് സ്റ്റാൻഡിൽ പുതിയ ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. ഞാനെന്നും പുതിയ ബസ് സ്റ്റാൻഡിൽ ചെന്നാണ് ഇറങ്ങുന്നത്. കാരണം അവിടുന്ന് തങ്കമണിക്കുള്ള ബസ് കിട്ടുകയുള്ളൂ. ചെന്നപ്പോൾ തന്നെ മഴയായിരുന്നു അവിടെ. ഒരു 4:30 ഞങ്ങൾ ചെന്നപ്പം. അപ്പം മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ കൊണ്ട് പെട്ടെന്ന് ഞാൻ അടുത്ത ബസ്സിൽ ചാടി കയറി. ഒന്നും മേടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ പണി പാളിപ്പോയി. അതുകൊണ്ട് തന്നെ
വീട്ടിലോട്ട് ഒന്നും മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞിനെ കൊണ്ട് അധികം കടയിലൊന്നും കയറാൻ പറ്റിയില്ല കേട്ടോ, കാരണം കുറച്ച് കഴിയുമ്പോൾ വിധം മാറും. പിന്നെ തങ്കമണി ബസ് കിടപ്പുണ്ടായിരുന്നു, ഞാൻ ചാടി കയറി. ഇപ്പോൾ ഈ ബസ്സിനും പോയില്ലേ പിന്നെ 1/4 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ബസ്സുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ചാടി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ് കട്ടപ്പന ടൗൺ വഴി അശോക ജംഗ്ഷനിൽ ചെന്നിട്ട് തിരിഞ്ഞാണ് പോകുന്നത്. ഇനി ഇടുക്കിക്കവല ചെന്നിട്ട് അങ്ങനെ ഇറങ്ങി അതുവഴി ഇരട്ടയാറ്, പറക്കടവ്, തങ്കമണി അങ്ങനെയാണ് ബസ് പോകുന്നത്. എന്നാലും നല്ലൊരു ബസ്സായിരുന്നു കേട്ടോ. ഇത് ഹോളിമേരിയാണ്, ഹോളിമേരിക്കാണ് കയറിയത്. അല്ലെ പിന്നെ 4:30 ആകും ബസ് വരുമ്പം. പിന്നെ അവിടെ കുഞ്ഞിനെ കൊണ്ട് ഒത്തിരി നേരം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മഴയായതുകൊണ്ടും പിന്നെ പെട്ടെന്ന് പോയി കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.